സജീവൻ സാർ, ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ADGPക്കെതിരെ ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും തെളിവുകളെല്ലാം കൈവശമുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്ത MLA അൻവർ പറഞ്ഞത് ഒരു സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ചെയ്തത്. അതിൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ ഈ സ്ഥാനത്തിരുത്തി തന്നെ ഈ അന്വേഷണം, അതായത് ADGP സ്ഥാനത്തിരുത്തി തന്നെ നടത്തുന്ന അന്വേഷണം എങ്ങനെയാകുമെന്ന ചോദ്യത്തിന് അതങ്ങനെ നടക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. അതായത് ഇന്നലെ വരെ കണ്ട അൻവർ ആയിരുന്നില്ല മുഖ്യമന്ത്രിയെ കണ്ട ശേഷം പുറത്തിറങ്ങിയ PV അൻവർ. അത് നമുക്കെല്ലാം വളരെ പ്രകടമായിരുന്നു. ഇനി സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം DGPയുടെ നേതൃത്വത്തിലുള്ള ആ സംഘത്തെ 2 പേർ ADGPക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമാണ്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളതും പ്രകടമാവുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ വിവാദത്തിൻ്റെ ഉദ്ഭവത്തെയും അത് കൈകാര്യം ചെയ്ത സർക്കാർ രീതികളെയും കാണുന്നത്? ഗോപീഷ്ണത്തിൽ ഇന്ന് അൻവർ പറഞ്ഞ കാര്യം, ഒരു സഖാവ് എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുന്നത് സത്യമാണ്. അദ്ദേഹത്തിന് ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ആരെല്ലാം തടഞ്ഞാലും മുന്നോട്ടേക്ക് പോകും. ഇപ്പോൾ അനൂപ് കുറേ ആശങ്കപ്പെട്ടു, ഇത് അങ്ങനെയാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഹസ്കർ അജിത് കുമാർ എത്രയോ ഗംഭീര കക്ഷിയാണ്, ഇതുവരെ ഒരു കളങ്കവും ഇല്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല അജിത് കുമാർ അത്രയും ശുദ്ധനാണോ എന്നുള്ള കാര്യം എന്നറിയില്ല. പക്ഷേ അജിത് കുമാറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിവിടെ നിലവിലുള്ളതാണ്. അതേപോലെ തന്നെ ഈ തൃശ്ശൂർ പൂരം കലക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൊലപാതകവും സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സുജിത്ദാസിനെതിരെയുണ്ട്, അജിത് കുമാറിനെതിരെ, അങ്ങനെ പലതും വന്നിട്ടുണ്ടല്ലോ. ഇതിൽ കാര്യങ്ങൾ എന്തെല്ലാം തരത്തിൽ ഇപ്പോൾ ഒരു 2 കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ഒന്ന്, അൻവർ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, എല്ലാ സംഭവങ്ങളും പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ളതല്ല, മുഖ്യമന്ത്രിയെ കണ്ട് രേഖാമൂലം ഈ പരാതി കൊടുക്കുകയും ചെയ്തു. ഇതിന് ഭാഗമായിട്ടുള്ള മുന്നോടിയായിട്ട് നടന്ന സംഭവം ഒരു അന്വേഷണ കമ്മീഷൻ, താങ്കൾ പറഞ്ഞ പോലെ നേരിട്ട് അജിത് കുമാറിൻ്റെ കീഴിൽ വരുന്ന 2 ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അതിന് മുകളിലൊരു ഉദ്യോഗസ്ഥനുണ്ട്, DGP. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതുള്ളത്. ഇനി അതിലൊക്കെ എന്തെല്ലാം അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ടെങ്കിലും നടക്കുമെന്ന് ഗോപികൃഷ്ണനെ പോലെ ഞാനും വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ മുന്നോട്ടേക്ക് പോയി. ഇതിന് 2ാം ഭാഗം തുടങ്ങിക്കഴിഞ്ഞതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അൻവർ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷം ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട ആ ഘട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി സംഭവിച്ചു. ഇവിടെ കള്ളക്കടത്ത് പോലീസ്, മലപ്പുറം ജില്ലയിലെ പോലീസ് കള്ളക്കടത്തുകാരുമായിട്ട് കൂട്ടുചേർന്ന് നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കസ്റ്റംസ് പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് കഴിഞ്ഞു. ആദ്യത്തെ നടപടി അവിടെ വന്നു കഴിഞ്ഞു. അതായത് സുജിത് ദാസിനെ പോലുള്ള ആളുകൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, അത് സുജിത് ദാസ് മാത്രമല്ല, അതിൽ പങ്കാളിത്തം അവിടെ കസ്റ്റംസുകാർക്കുണ്ട്. ഞങ്ങളൊക്കെ സത്യത്തിൽ അത്ഭുതപ്പെട്ടു. ഞാൻ കരിപ്പൂർ വിമാനത്താവളം വഴി പലപ്പോഴും പോകുന്നതാണ്. ഈ ഘട്ടത്തിലൊക്കെ പരിശോധന നടക്കുന്നത് വളരെ കൃത്യമായിട്ട്, നമുക്ക് അത്ഭുതം തോന്നുന്ന രൂപത്തിൽ മറ്റേത് വിമാനത്താവളത്തിലുള്ള പോലെ പരിശോധന നടക്കുന്നു. പക്ഷേ എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോൾ കസ്റ്റംസുകാരെ വെട്ടിച്ച് കൊണ്ടുവന്ന സ്വർണം തൊട്ടപ്പുറത്ത് വെച്ച് പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞാൽ എത്ര, ഈ സുജിത്ദാസ് SP ആയിരുന്ന സമയത്ത് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ പല എൻ്റെ പഴയ കസ്റ്റംസ് സുഹൃത്തുക്കളോടും ചോദിച്ചത്, ഇതെന്താ എങ്ങനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാതെ പോലീസിന് കിട്ടുന്നത് എങ്ങനെ? അപ്പോൾ അവർ ചിരിച്ചു കളഞ്ഞു. പക്ഷേ എന്തായാലും അതിൻ്റെ കുട്ടൻസ് ഇവിടെ അൻവർ വെളിപ്പെടുത്തിയപ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ അന്വേഷണം വന്നു. ഇനി ഇത് വേറൊരു കാര്യമുള്ളത്, അൻവർ വെളിപ്പെടുത്തിയത് MR അജിത് കുമാറിൻ്റെ കവടിയാർ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് ആ കോമ്പൗണ്ടിൽ തന്നെ കവടിയാർ കൊട്ടാരത്തേക്കാൾ വലിയൊരു വീടുണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ് വെളിപ്പെടുത്തിയത്. അല്ലെങ്കിൽ അതേപോലെ ഒരു കൊട്ടാരം ഉണ്ടാക്കുന്നു. ആ കൊട്ടാരം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന സംഭവം ഇപ്പം നിലവിൽ നിൽക്കുക. അത് എന്തെല്ലാം തരത്തിൽ മായ്ച്ചാലും ആരെങ്കിലും ഒരാൾ വിജിലൻസിന് പരാതി കൊടുത്താൽ കേസാവും. വിജിലൻസിന് പരാതി കൊടുത്തപ്പോൾ കേസായി കഴിയുമ്പോഴേക്ക് കേസാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സംഭവിച്ചാൽ കോടതിയിൽ പോകാം. ഇനി അങ്ങനെ വന്നാൽ വിജിലൻസ് കേസെടുത്താൽ എന്തായിരിക്കും? EDക്ക് ചാടിപ്പിടിക്കാൻ പറ്റും, കേന്ദ്ര ഏജൻസിക്ക് ചാടിപ്പിടിക്കാൻ പറ്റുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ പറഞ്ഞത് അതിന്റെ നിയമപരമായ നടപടികളും കാര്യങ്ങളുമാണ്. പക്ഷേ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കൂ. ആരും തോൽക്കാത്ത ഒരു ഫൈനൽ മത്സരം, അല്ലെങ്കിൽ എല്ലാവരും ജയിച്ച ഒരു ഫൈനൽ മത്സരം പോലെ ആയില്ലേ ഇത്? ഇപ്പോൾ ആരോപണം ഉന്നയിച്ച അൻവറിന് പഴയ സൗകര്യമില്ല.
ആരോപണ വിധേയനായ ADGP സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഇനി ഇതിനൊക്കെ കാരണക്കാരനായ സുജിത് ദാസിന് വെറും ഒരു സ്ഥലം മാറ്റം മാത്രം, അദ്ദേഹത്തിനെതിരെ നടപടിയില്ല. ഇനി സ്വാഭാവികമായും സുജിത് ദാസിനെ തൊട്ടാൽ അത് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഏറ്റവും വലിയ ഗുരുതര ആരോപണം നേരിട്ട് ADGP മാറ്റിയാൽ സുജിത് ദാസിനെതിരെ നടപടി വേണം. അവർക്കെതിരെ നടപടി ഉണ്ടായാൽ P ശശിക്കെതിരെ നടപടി ഉണ്ടാകണം. ഇവർക്ക് 3 പേർക്കുമെതിരെ നടപടി ഉണ്ടായി കഴിയുമ്പോഴേക്കും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആർക്ക് വേണ്ടിയാണെങ്കിലും അതവിടെ സാധൂകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതെല്ലാം കണക്കുകൂട്ടി സർക്കാർ ആർക്കും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ എല്ലാവരും ജയിക്കുന്ന ഒരു ഫൈനൽ മത്സരം പോലെ ഈ പ്രശ്നത്തെ അങ്ങ് തീർത്തിരിക്കുന്നു. അങ്ങനെ കാണുന്നുണ്ടോ താങ്കൾ? തീർക്കാൻ പറ്റില്ല ഗോപേഷൻ, ഒരിക്കൽ പോലും തീർക്കാൻ പറ്റില്ല. ഞാനത് തീർക്കാൻ ശ്രമിച്ചതല്ല എന്ന് പറയില്ല. അങ്ങനെ തീർക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇത് ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കഴിഞ്ഞു. കോടതിയിലേക്ക് ആർക്കും പോകാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഇത് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഫൈനലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നടപടി അതാണ്, ഫൈനലാണെങ്കിൽ രണ്ടാമത്തെ ഈ കസ്റ്റംസിന്റെ നടപടി വരില്ലല്ലോ. കസ്റ്റംസിന്റെ നടപടി ഉണ്ട് സജീവൻ സാർ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കോടതിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്താണ് കോടതിയിൽ പറയുക? ഒരു ജിയോ ഇറങ്ങിയിട്ടുണ്ട്. ആ ജിയോയിൽ ഇപ്പോൾ ADGPക്കെതിരെ ഉന്നയിക്കപ്പെട്ട മുഴുവൻ ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ ഉയർന്ന റാങ്കിലുള്ള DGPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അന്വേഷിപ്പിക്കാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ജിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നടപടി തന്നെ ഒരു ഇതാണ്. അപ്പോൾ അത് കോടതിയിൽ എത്തുമല്ലോ. കോടതിയിൽ ഗവൺമെന്റിന് ഒരു തരത്തിൽ വാദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് അല്ലേ അത്? അല്ല, എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? ഈ ജിയോ ഇറക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നടപടിക്രമം പൂർത്തിയാക്കുന്നുണ്ടോ നോക്കുമല്ലോ. കോടതി അത് പരിശോധിക്കുമല്ലോ. ഇവിടെ അങ്ങനെ എളുപ്പത്തിൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ അൻവർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വയ്ക്കാം. എന്നാൽ പോലും അതിന് നിയമപരമായിട്ടൊരു നടപടിയിലേക്കും പോകാൻ പറ്റില്ല. വെറും ആരോപണം മാത്രമാണ്. ഇന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. സാധാരണ പോലീസിൽ കൊടുക്കേണ്ട പരാതിയാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താലും കേസെടുക്കാം. അതുകൊണ്ട് ഐസ്ക്രീം പാർലർ കേസിൽ EK നായനാർക്ക് അജിതയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് കൊടുത്ത ഒരൊറ്റ പരാതിയുടെ ഒരു കടലാസ് തുണ്ടിൻ്റെ പേരിലാണല്ലോ ആ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് ഒരു നടപടിക്രമത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇതല്ലാതെ ഇപ്പോൾ ഇത് ആളെ കൊന്നു എന്നുള്ള പേരിലോ, തൃശ്ശൂർ പൂരം കലക്കി എന്നുള്ള പേരിലോ, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ള പേരിലോ ഇവർക്കാർക്കെങ്കിലും ഇതിന് നടപടി എടുക്കാൻ പറ്റുമോ? 2 IPS ഓഫീസർമാരാണ്. ഇങ്ങനെ വല്ല നടപടി എടുത്താൽ ഈ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വെറുതെ വിടുമോ? അങ്ങനെ ഒരു കാരണമില്ലാതെ അവർക്ക് നടപടി കോടതിയിൽ പോകുമ്പോൾ പറയണമല്ലോ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ നടപടിയെടുത്തതെന്ന്. ഇപ്പോൾ സ്ഥലം മാറ്റം അത് നടപടിയല്ലാതൊക്കെ ആര് പറഞ്ഞാലും, അസ്കർ പറഞ്ഞാലും നമുക്കറിയാം ആ നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ സ്ഥലം മാറ്റം കൊടുക്കുകയും കസേരയില്ലാത്ത രീതിയിൽ ഇരുത്തുകയും ചെയ്യുന്നത് തീർച്ചയായും നടപടിയാണ്. സസ്പെൻഷനെ കുറിച്ചും ഇതേപോലെ ഉണ്ട്. അത് ശിക്ഷയല്ല എന്ന് പറയുന്ന പോലെയാണല്ലോ. അതല്ല ഇവിടെ സർക്കാരിന് കൃത്യമായിട്ടും ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ അതിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റമുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവണം. അതിൻ്റെ ഭാഗമാണ് ഈ അന്വേഷണം. ആ അന്വേഷണം പിന്നെ അട്ടിമറിക്കപ്പെടും. അതൊന്നും എനിക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അട്ടിമറിക്കപ്പെട്ടേക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ പോകുന്നത് നിയമപരമായ രീതി തന്നെയാണ്. ഇതിനല്ലാതെ വികാരം കൊണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പണ്ട് ബാബുവിന് ഒരു നിയമം, ബാബുവിനൊരു രീതിയും എനിക്ക് വേറെ രീതിയെന്ന് പണ്ട് KM മാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 നിയമമാണോ ഇവിടെ, 2 രീതിയാണോ വേണ്ടെന്ന് ചോദിച്ചിരുന്നല്ലോ. അതേപോലെ ആയിപ്പോകും. ഒരാൾ രാജിവെക്കണമെന്ന് പറയാം, മറ്റാൾ രാജിവെക്കേണ്ടെന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങളാവും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ വിചാരിക്കുന്നില്ല അത് ഗോപീഷ്ണൻ പറഞ്ഞ പോലെ ഫൈനൽ ആണ് എന്ന്. ഫൈനൽ വിസിൽ ഊതാൻ ഇപ്പോൾ സർക്കാരിനും കഴിയില്ല. അത് അവിടെ നിൽക്കില്ല. ഇപ്പോൾ കസ്റ്റംസ് ഇടപെട്ട് കഴിഞ്ഞല്ലോ. കസ്റ്റംസ് ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിൽ സാമ്പത്തിക കുറ്റം വരുന്ന ഒന്നാണ്. സാമ്പത്തിക കുറ്റം വരുന്ന ഒരു സംഭവത്തിൽ കേസ് ചാർജ് ചെയ്യാൻ EDക്ക് സാധ്യതയുണ്ട്. ഇത് വലിയൊരു അന്താരാഷ്ട്ര കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് CBIക്ക് ഇതിന് പിന്നാലെ വരാൻ പറ്റും. ഇങ്ങനെ പല കേന്ദ്ര ഏജൻസികൾ നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടതുപോലെ, സോളാർ കേസുമായി ബന്ധപ്പെട്ട പോലെ പല ഏജൻസികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും സോളാർ കേസ് പോലും ഇത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയാണ് ഇതിൻ്റെ ഒരു ഭാഗത്തുള്ളത്. ഈ അൻവർ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് അതിൽ അവിടെ രണ്ട് പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അജിത് കുമാർ പിന്നെ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയുടെ അടുത്ത് ചെന്നു. അവരും പറഞ്ഞു ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഓരോന്നും റീഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകൾ ശരിക്കും തുറന്നു വിട്ടുകൊണ്ടാണ് നമ്മൾ അൻവറിനെ അങ്ങനെ അയാൾ പേടിച്ചോടിയെന്നുള്ള. അൻവറിനെ കുറിച്ച് നമുക്കറിയാവുന്ന, എനിക്ക് കുറച്ച് നന്നായിട്ടറിയാം. അദ്ദേഹം അങ്ങനെ പേടിച്ചോടുന്ന ആളല്ല. അദ്ദേഹം എന്തെങ്കിലും ഒരു ദൗത്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ആണിയും മാത്രമല്ല ഇനി നമുക്ക് അതിൽ ചർച്ച ചെയ്യാനുള്ളത് ഇതിന്റെ പ്രഭവ കേന്ദ്രം PV അൻവർ ആണെങ്കിൽ അതിന് പിന്നിൽ
അതിൻ്റെ റീസൺസ്, അതിൻ്റെ കാരണക്കാർ ആരൊക്കെയാണ്, പേഴ്സൺസ് ബിഹൈൻഡ്, അവരുടെ മോട്ടീവ് എന്താണ്, അതിലെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ എന്നൊക്കെ കൂടി നമുക്ക് പരിശോധിക്കണം.